Hello my dear students, welcome to Learner's World. In this video, I talk about a solitary human voice from Voices from Chernobyl by Svetlana Alexievich, Part 4. He was passing stool 25 to 30 times a day with blood and mucus. അപ്പോൾ ദിവസവും 25 മുതൽ 30 വരെ പ്രാവശ്യം അവന് മലവിസർജനം നടത്തിയിരുന്നു എന്നാണ് പറയുന്നത്. ബ്ലഡും അതുപോലെ കഫമൊക്കെ കലർന്നിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഹി ബിക്കെയിം കവേർഡ് വിത്ത് ബോയിൽസ്. അപ്പോൾ ദേഹം മുഴുവൻ കുരുക്കളായിരുന്നു. വെൻ ഹി ടേൺ ഹിസ് ഹെഡ് ദർ വിൽ ബി എ ക്ലാമ്പ് ഓഫ് ഹെയർ ഓൺ ദ പില്ലോ. അപ്പോൾ അവന് ചെരിഞ്ഞു കിടക്കുമ്പോൾ ഒരു പിടി തലമുടി തലയിണയിൽ കൊഴിഞ്ഞു വീഴുമായിരുന്നു. ഐ ട്രൈഡ് ജോക്കിംഗ് സെയിങ് ദാറ്റ് ഹീ വുഡ് നോട്ട് നീഡ് എ കോംബ്. അപ്പോൾ ഞാൻ തമാശ പറയാൻ ശ്രമിച്ചു, അവനിനി ഒരു കോംബ് ചീപ്പിൻ്റെ ആവശ്യം വരില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാനൊരു തമാശ പറഞ്ഞു. സൂൺ ദേ കട്ട് ഓൾ ദെയർ ഹെയർ. അങ്ങനെ വേഗം തന്നെ എല്ലാവരുടെയും മുടിയൊക്കെ വെട്ടി. ഐ ഡിഡ് ഇറ്റ് ഫോർ ഹിം മൈസെൽഫ്. ഞാനാണ് അവൻ്റെ മുടി വെട്ടിയത്. ഇഫ് ഇറ്റ് വാസ് പോസിബിൾ ഐ വുഡ് ഹാവ് സ്റ്റേഡ് വിത്ത് ഹിം ഓൾ ഡേ ആൻഡ് ഓൾ നൈറ്റ്. അപ്പോൾ പറ്റുമായിരുന്നെങ്കിൽ രാവും പകലും ഞാൻ അവൻ്റെ കൂടെ കഴിയുമായിരുന്നു. ഐ ഹേർഡ് സമ്മൺ സെയിങ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ് ഇസ് നോട്ട് യുവർ ഹസ്ബൻഡ് എനിമോർ ബട്ട് എ റേഡിയോക്കേറ്റീവ് ഒബ്ജക്റ്റ് വിത്ത് സ്ട്രോങ് ഡെൻസിറ്റി ഓഫ് പോയ്സണിങ്. അപ്പോൾ ആരോ പറയുന്നത് ഞാൻ കേട്ടു, നിങ്ങൾ മനസ്സിലാക്കുക, ഇയാൾ ഇനി മുതൽ നിങ്ങളുടെ ഹസ്ബൻഡ് അല്ല, ഇത് വെറും ഒരു റേഡിയോ ആക്റ്റീവ് ഒബ്ജക്റ്റ് ആണ്, വലിയ വിഷം വമിപ്പിക്കുന്ന ഒന്നാണ് ഇതെന്ന് പറയുന്നുണ്ട്. യു ആർ നോ സൂയിസൈഡൽ. നീ ആത്മഹത്യക്കൊന്നും തയ്യാറല്ലല്ലോ. ഐ വാസ് ലൈക്ക് സമ്മൺ ഹു ഹാഡ് ലോസ്റ്റ് യുവർ മൈൻഡ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നതായിട്ട് തോന്നി. ഐ വെൻ്റ് ഓൺ സെയിങ് ഐ ലവ് യു വെറെവർ ഐ വെൻറ്റ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്കാകെ ഭ്രാന്തായി. ഞാൻ പോകുന്നിടത്തൊക്കെ ഐ ലവ് യു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. ഓൺലി വൺ നൈറ്റ് എവറിത്തിങ് വാസ് ക്വയറ്റ്. അങ്ങനെ ഒരു രാത്രി എല്ലാം ശാന്തമായിരുന്നു. വി വർ അലോൺ. സഡൻലി ഹി സെഡ് ഐ വാണ്ട് ടു സീ അവർ ചൈൽഡ്. അങ്ങനെ ഞങ്ങൾ ഒറ്റക്കായിരുന്നു. പെട്ടെന്ന് അവന് പറഞ്ഞു, എനിക്ക് നമ്മുടെ കുട്ടിയെ കാണണം, എങ്ങനെയുണ്ട് അവൻ എന്ന് ചോദിച്ചു. ഹൗ ഈസ് ഹി, എങ്ങനെയുണ്ട് അവൻ? ഐ ആസ്ക്ഡ് ഹിം വാട്ട് നെയിം ഹി ഷുഡ് ഗിവൺ. അപ്പോൾ എന്ത് പേരാണ് കുട്ടിക്ക് കൊടുക്കേണ്ടതെന്ന് ഞാൻ ചോദിച്ചു. ഹി സെഡ് ഐ കുഡ് ഡിസൈഡ് ഇറ്റ് മൈസെൽഫ്. അപ്പോൾ ആദ്യം അവൻ പറഞ്ഞു അതൊക്കെ എനിക്ക് തന്നെ തീരുമാനിക്കാമെന്ന്. ദെൻ ഹി സെഡ് ഇഫ് ഇറ്റ് ഈസ് എ ബോയ് ഹി ഷുഡ് ബി വസിയ ആൻഡ് ഇഫ് എ ഗേൾ നടാശ. പിന്നെ അവന് പറഞ്ഞു ആണാണെങ്കിൽ വാസ്യ എന്നും പെണ്ണാണെങ്കിൽ നടാശ എന്നും പേരിടാമെന്ന് പറഞ്ഞു. ഐ തോട്ട് ദാറ്റ് ദ ലിറ്റിൽ വൺ ഇൻസൈഡ് മീ വാസ് പ്രൊട്ടക്റ്റഡ്. അപ്പോൾ എൻ്റെ ഒരു ഗർഭസ്ഥ ശിശു സുരക്ഷിതമാണെന്ന് ഞാൻ കരുതി. ആൻഡ് ദെൻ ദ ലാസ്റ്റ് തിങ് ഐ വാസ് ഗോയിങ് സിറ്റിംഗ് നിയർ ഹിം അറ്റ് നൈറ്റ്. പിന്നീട് അവസാനം ഞാൻ രാത്രിയിൽ അവൻ്റെ അടുക്കൽ ഇരിക്കുകയായിരുന്നു. ആൻഡ് ദെൻ ദ ലാസ്റ്റ് തിങ് ഐ വാസ് ഗോയിങ് സിറ്റിംഗ് നിയർ ഹിം അറ്റ് നൈറ്റ്. അറ്റ് 8 ഐ സെഡ് വാസിംഗ് ഐ എം ഗോയിങ് ഫോർ എ ലിറ്റിൽ വാക്ക്. അപ്പോൾ 8 മണിയായപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അല്പം നടക്കാൻ പോവുകയാണെന്ന്. ഹി ഓപ്പൺ ഹിസ് ഐസ് ആൻഡ് ക്ലോസ് ദെം ലെറ്റിംഗ് മീ ഗോ. അപ്പോൾ അവൻ കണ്ണ് തുറന്നു, പിന്നെ കണ്ണടച്ചു, എന്നെ പോകാൻ അനുവദിച്ചു. ഐ വെൻറ്റ് ടു ദ റൂം ഓഫ് മൈ ഹോട്ടൽ. അങ്ങനെ ഞാൻ ഹോട്ടലിലെ എൻ്റെ മുറിയിലേക്ക് പോയി. ഐ ലേ ഡൗൺ ഓൺ ദ ഫ്ലോർ as I could not lie on the bed because it hurt too much. അങ്ങനെ ഞാൻ കട്ടിലിൽ കിടക്കുമ്പോൾ എനിക്ക് ഭയങ്കര വേദന അനുഭവപ്പെട്ടു എന്നാണ് പറയുന്നത്. The cleaning lady came and said, go run to him, he is calling for you like mad. അപ്പോൾ അവിടുത്തെ ക്ലീനിങ് ചെയ്യുന്ന ഒരു സ്ത്രീ ഓടി വന്നുകൊണ്ട് എന്നോട് പറഞ്ഞു, അവൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലൂ, ഭ്രാന്തി പിടിച്ച പോലെ അവൻ നിന്നെ വിളിക്കുകയാണ്. ഐ കോൾ ദ നേഴ്സ് ആൻഡ് ആസ്ക്ഡ് ഹൗ ഹി വാസ്. അങ്ങനെ ഞാൻ ഉടനെ നേഴ്സിനെ വിളിച്ചു. ഷി സെഡ് ഹി ഡൈഡ് 50 minutes ago. അപ്പോൾ നേഴ്സ് പറഞ്ഞു 15 മിനിറ്റ് മുമ്പ് അവൻ മരിച്ചു പോയെന്ന്. ഐ റാൻ ഡൗൺ ദ സ്റ്റെയേഴ്സ്. ഞാൻ താഴേക്ക് ഓടി. ഹി വാസ് സ്റ്റിൽ ഇൻ ഹിസ് ബയോ ചാമ്പർ. അവനിപ്പോഴും അവൻ്റെ മുറിയിലായിരുന്നു.
ഐ എസ്കോർട്ടഡ് ഹിം ടു ദ സെമിട്രി. അങ്ങനെ ഞാൻ അവനെ സെമിത്തേരി വരെ അനുഗമിച്ചു എന്നാണ് പറയുന്നത്. ഹി വാസ് ഇൻ എ പ്ലാസ്റ്റിക് ബാഗ്. അപ്പോൾ അവൻ്റെ ശരീരം ഒരു പ്ലാസ്റ്റിക് ബാഗിലായിരുന്നു. അറ്റ് ദ മോർഗ് ദേ ഡ്രസ്ഡ് ഹിം അപ്പം ഇൻ ഫോമൽ വെയർ വിത്ത് സർവീസ് ക്യാപ്പ്. അപ്പം മോർഗിൽ വെച്ച് അവനെ അവർ ഔദ്യോഗികമായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ധരിപ്പിച്ചു. They could not put the shoes because his feet had swollen up. അപ്പം അവന് സർവീസ് ക്യാപ്പൊക്കെ വെച്ചിരുന്നു. അവൻ്റെ കാലിൽ ഷൂ ഇടാൻ പറ്റിയില്ല എന്നാണ് പറയുന്നത്. കാരണം അത് കാല് നല്ല വീർത്തിരുന്നു, അതുകൊണ്ടാണ് ഷൂ ഇടാൻ പറ്റാത്തത്. ദേ ഹാഡ് ടു കട്ട് അപ്പ് ഹിസ് ഫോമൽ വെയർ വിത്ത് ഹിസ് സർവീസ് ക്യാപ്പ്. അപ്പം അവൻ്റെ ഡ്രസ്സുകൾ വരെ കീറേണ്ടതായിട്ട് വന്നു. ദേ കുഡ് നോട്ട് പുട്ട് ദ ഷൂസ് ബിക്കോസ് ഫീറ്റ് ഹാഡ് സ്വോളൻ അപ്പ്. അതായത് അവൻ്റെ ഡ്രസ്സുകൾ കീറേണ്ടതായിട്ട് വന്നത് അവൻ്റെ ശരീരം അതിലേക്ക് കടക്കുന്നില്ലായിരുന്നു, അതുകൊണ്ടാണ്. അവൻ്റെ ഷൂസൊന്നും അവനക്ക് ഇടാൻ പറ്റുന്നില്ല, കാരണം കാലുകളൊക്കെ ഇങ്ങനെ വീർത്തിരിക്കുന്നത് കൊണ്ട്. ദേ ഹാഡ് ടു കട്ട് അപ്പ് ഫോമൽ വെയർ ബിക്കോസ് ദേ കുഡ് നോട്ട് ഗെറ്റ് ഹിം ഇൻ ടു ഇറ്റ്. ഡ്യൂറിങ് ദ ലാസ്റ്റ് 2 days in hospital, pieces of his lungs and his liver were coming out of his mouth. അങ്ങനെ ആശുപത്രിയിലെ അവസാന 2 ദിവസങ്ങളിൽ അവൻ്റെ ശ്വാസകോശങ്ങളും കരളും ഒക്കെ കഷ്ണമായിട്ട് വായിൽ കൂടി പുറത്തേക്ക് വരുമായിരുന്നു എന്നാണ് പറയുന്നത്. ഐ വുഡ് റാപ്പ് മൈ ഹാൻഡ് ഇൻ എ ബാൻഡേജ് ആൻഡ് പുട്ട് ഇറ്റ് ഇൻ ഹിസ് മൗത്ത്. അപ്പോൾ ഞാൻ കയ്യിൽ തുണി ചുറ്റി അവൻ്റെ വായിൽ നിന്നും ആ സാധനങ്ങളൊക്കെ ഞാൻ എടുക്കുമായിരുന്നു. ഐ വുഡ് റാപ്പ് മൈ ഹാൻഡ് ഇൻ എ ബാൻഡേജ് ആൻഡ് പുട്ട് ഇറ്റ് ഇൻ ഹിസ് മൗത്ത് ആൻഡ് ടേക്ക് ഔട്ട് all that stuff. They buried him barefoot. അപ്പോൾ അവന് ഷൂ ഇല്ലാതെയാണ് അവനെ കുഴിച്ചിട്ടത്. എവരി വൺ കെയിം, ഹിസ് പാരൻസ് ആൻഡ് മൈ പാരൻസ്. അപ്പോൾ എല്ലാവരും വന്നു, അവൻ്റെ പാരൻസും എൻ്റെ പാരൻസൊക്കെ വന്നു. Then they told us they could not give the bodies to us because they were very radioactive and they would be buried in a Moscow cemetery in a special way. അപ്പോൾ അവർ പറഞ്ഞു ബോഡി ഞങ്ങൾക്ക് വിട്ടു തരില്ല എന്ന്. മരിച്ചവരെല്ലാം ഒരു പ്രത്യേക തരത്തിൽ മോസ്കോയിൽ സെമിറ്റേരിയിൽ അടക്കും എന്ന് പറഞ്ഞു. ഇൻ സീൽഡ് സിങ്ക് കാസ്കറ്റ്സ് അണ്ടർ സിമെൻറ്റ് ടൈൽസ്. അപ്പോൾ സിങ്ക് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പെട്ടിയിൽ സിമെൻറ്റ് ടൈലുകളുടെ അടിയിലാണ് ആ ബോഡികൾ അടക്കം ചെയ്യുന്നത്. വി ഹാഡ് ടു സൈൻ എ ഡോക്യുമെൻറ്റ്. ഞങ്ങൾക്കൊരു ഡോക്യുമെൻറ്റ് സൈൻ ചെയ്യേണ്ടതുണ്ട്. ഇഫ് എനിവൺ ഇൻസിസ്റ്റഡ് ഓൺ ടേക്കിംഗ് ദ ബോഡി ഹോം ദേ വർ ടോൾഡ് ദാറ്റ് ദ ഡെഡ് പേഴ്സൺ നോ മോർ ബിലോങ് ടു ദെയർ ഫാമിലീസ് ബട്ട് ടു ദ സ്റ്റേറ്റ് ആസ് ദേ വർ ഹീറോസ് ഓഫ് ദ സ്റ്റേറ്റ്. അപ്പോൾ ആരെങ്കിലും ഈ ഒരു ശവശരീരം വിട്ടുകിട്ടണമെന്ന് നിർബന്ധം പിടിക്കുമ്പോൾ അവരോട് അധികാരികൾ പറഞ്ഞത് ഇതാണ്. അതായത് മരിച്ചവർ അവരുടെ കുടുംബത്തിലെ അംഗങ്ങളല്ല, രാജ്യത്തിനുള്ളവരാണ് എന്നാണ് അധികാരികൾ, അതോറിറ്റീസൊക്കെ പറഞ്ഞിട്ടുള്ളത്. അവർ രാജ്യത്തിൻ്റെ ഹീറോസാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദ നെക്സ്റ്റ് ഡേ വി വർ ഗിവൺ പ്ലെയിൻ ടിക്കറ്റ് ടു റിട്ടേൺ ഹോം. അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പ്ലെയിൻ ടിക്കറ്റുകളൊക്കെ തന്നു. അറ്റ് ഹോം ഐ ഫീൽ അസ്ലീപ്പ്. അങ്ങനെ ഞാൻ ഉറങ്ങിപ്പോയി. ആൻ ആംബുലൻസ് ഐ സ്ലെപ്റ്റ് ഫോർ 3 days. അങ്ങനെ ഞാൻ 3 ദിവസം ഞാൻ ഉറങ്ങിയതാണ് പറയുന്നത്. ആൻ ആംബുലൻസ് കെയിം. ഒരു ആംബുലൻസ് വന്നു. ദ ഡോക്ടർ സെഡ് ഷീ വിൽ വേക്ക് അപ്പ്, ഇറ്റ് ഈസ് ജസ്റ്റ് എ ടെറിബിൾ സ്ലീപ്പ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അവൾ എഴുന്നേൽക്കും, ഇതൊരു ഭയങ്കര ഉറക്കമാണെന്ന് പറഞ്ഞു. ഐ വാസ് 23. എനിക്ക് 23 വയസ്സായിരുന്നു. 2 months later ഐ വെൻറ്റ് ബാക്ക് ടു മോസ്കോ. 2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ മോസ്കോയിലേക്ക് തന്നെ തിരിച്ചു പോയി. ടു ദ സെമിത്തേരി ടു ഹിം ആൻഡ് ദ സെമിട്രി ഐ വെൻറ്റ് ഇൻ ടു ലേബർ. അങ്ങനെ ഞാൻ സെമിത്തേരിയിലേക്ക്, അവൻ്റെ അടുക്കിലേക്ക് പോയി. സെമിത്തേരിയിൽ എനിക്ക് പ്രസവവേദന തുടങ്ങി എന്നാണ് പറയുന്നത്. ഇറ്റ് വാസ് 2 weeks ബിഫോർ ഐ വാസ് ഡ്യൂ. അങ്ങനെ ഡ്യൂ ഡേറ്റിന് 2 ആഴ്ച മുമ്പായിരുന്നു എൻ്റെ ഈ ഒരു പ്രസവവേദന വന്നത്. ദേ ഷോഡ് ഹർ ടു മീ. അങ്ങനെ എൻ്റെ കുട്ടിയെ അവരെന്നെ കാണിച്ചു. നടാശങ്ക
നെഡാശങ്ക ഐ കോൾഡ് ഔട്ട്. അതൊരു പെൺകുട്ടിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ ഉറക്കെ വിളിച്ചു, നെഡാശങ്ക എന്ന് വിളിച്ചു. ഷി ലുക്ക്ഡ് ഹെൽത്തി, ആംസ് ലെഗ്സ്. അപ്പോൾ വളരെ ആരോഗ്യവതിയായിരുന്നു അവൾ. കാലും കൈകളും മാത്രം നല്ല ആരോഗ്യവതിയായിരുന്നു. ബട്ട് ഷി ഹാഡ് സിറോസിസ് ഓഫ് ദ ലിവർ. പക്ഷെ അവൾക്ക് ലിവർ സിറോസിസ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഹെർ ലിവർ ഹാഡ് 28 റോണ്ടജൻസ്. അപ്പോൾ അവളുടെ ലിവറിന് 28 റോണ്ടജൻ ഉണ്ടായിരുന്നു. അതുപോലെ കൺജനിറ്റൽ ഹേർട്ട് ഡിസീസസ്. അതുപോലെ അവൾക്ക് ജന്മന ഹൃദയരോഗം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. 4 days later they told me she was dead. അപ്പോൾ 4 ദിവസം കഴിഞ്ഞ് അവരെന്നോട് പറഞ്ഞു അവൾ മരിച്ചുപോയി എന്ന്. Again they told me that they would not give her body to me. പക്ഷേ അവളുടെ ബോഡി എനിക്ക് തിരിച്ചു തരില്ല എന്ന് പറഞ്ഞു. In Kyiv they gave me an apartment. അങ്ങനെ കിയേവിൽ എനിക്ക് അവരൊരു അപ്പാർട്ട്മെൻറ്റ് തന്നു. ഇറ്റ് വാസ് ഇൻ എ ലാർജ് ബിൽഡിംഗ് വേർ ദേ പുട്ട് എവരി വൺ ഫ്രം ദ ആറ്റോമിക് സ്റ്റേഷൻ. അപ്പോൾ ഒരു വലിയ കെട്ടിടമായിരുന്നു. അവിടെയാണ് ആറ്റോമിക് സ്റ്റേഷനിൽ നിന്നുള്ള എല്ലാവരും താമസിച്ചിരുന്നത്. Then it is a big apartment with 2 rooms, the kind Vasya and I had dreamed of. അപ്പോൾ 2 മുറികൾക്കുള്ള ഒരു വലിയ അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു അത്. അങ്ങനെ ഒരെണ്ണമാണ് വാസിയും ഞാനും സ്വപ്നം കണ്ടിരുന്നത്. There are many of us here. ഞങ്ങൾ ഒരുപാട് പേരുണ്ടായിരുന്നു അവിടെ. The street is called Chernobylskaya. അപ്പോൾ ആ ഒരു സ്ട്രീറ്റിനെ വിളിക്കുന്നത് ഷെർണോബിൽ ബിൽസ്കായ എന്നായിരുന്നു. ദീസ് പീപ്പിൾ വർക്ക്ഡ് അറ്റ് ദ സ്റ്റേഷൻ ദ വോൾ ലിവ്സ്. അപ്പോൾ ഇവരെല്ലാം അവരുടെ ജീവിതം മുഴുവൻ സ്റ്റേഷനിൽ വർക്ക് ചെയ്തവരാണ് എന്നാണ് പറയുന്നത്. A lot of them still go there on a provisional basis. പലരും ഇപ്പോഴും അവിടെ ഒരു ടെമ്പററി ജോലികൾക്കായിട്ട് പോകുന്നുണ്ട്. No one lives there anymore. ഇപ്പോൾ ആരും അവിടെ താമസിക്കുന്നില്ല. They have bad diseases. They are invalid. അപ്പോൾ ആൾക്കാർക്ക് പല അസുഖങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പലർക്കും അംഗവൈകല്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. They don't leave their jobs. അവരുടെ ജോലി വിടുന്നില്ല. They are scared to even think of the reactor closing down. അപ്പോൾ ഈ ഒരു റിയാക്ടർ പൂട്ടിപ്പോകുമോ എന്ന് ഓർക്കുമ്പോൾ തന്നെ അവർക്ക് പേടിയാണ് എന്നാണ് പറയുന്നത്. Who needs them now anywhere else? അപ്പോൾ വേറൊരു സ്ഥലത്തും അവരെ വേണ്ടല്ലോ, അതുകൊണ്ടാണ് അവർക്ക് പേടി. ഓഫൻ ദേ ഡൈ. പലപ്പോഴും അവർ മരിക്കുന്നു. ഇൻ എ മിനിറ്റ്, ഒരു മിനിറ്റിൽ. ദേ ജസ്റ്റ് ഡ്രോപ്പ് സംവൺ വിൽ ബി വാക്കിംഗ് ഈ ഫോൾസ് ഗോസ് ടു സ്ലീപ്പ്. അപ്പോൾ അവർ പെട്ടെന്ന് വീണ് മരിക്കുകയാണ് ചെയ്യുന്നത്. ഒരാൾ നടക്കുകയാണ്, അയാൾ വീഴുന്നു, മരിക്കുന്നു. ഇങ്ങനെയാണ് അവിടെ സംഭവിക്കുന്നത്. നടന്നു പോകുന്നതിൻ്റെ ഇടയിലൊക്കെ വീഴുക, മരിക്കുക, അതൊക്കെ ചെയ്യുന്നത്. ഹി വാസ് ക്യാരിങ് ഫ്ലവേഴ്സ് ഓഫ് ഹിസ് നേഴ്സ് ആൻഡ് ഹിസ് ഹേർട്ട് സ്റ്റോപ്പ്ഡ്. അങ്ങനെ തൻ്റെ നേഴ്സിന് പൂക്കൾ കൊണ്ടുപോകുമ്പോഴായിരിക്കും അവൻ്റെ ഹൃദയം നിലക്കുന്നത് എന്നാണ് പറയുന്നത്. ദേ ഡൈ. അവർ മരിക്കുന്നു. ബട്ട് നോ വൺ റിയലി ആസ്ക്ഡ് അസ്. ആരും ഞങ്ങളോട് ചോദിക്കുന്നില്ല. നോ വൺ ഹാസ് ആസ്ക്ഡ് വാട്ട് വി ഹാവ് ബീൻ ത്രൂ, വാട്ട് വി സോ. അപ്പം ഞങ്ങളുടെ ദുരിതങ്ങളെപ്പറ്റിയും ഞങ്ങൾ കണ്ട ദുരന്ത കാഴ്ചകളെപ്പറ്റിയും ആരും തന്നെ ഞങ്ങളോട് ചോദിക്കുന്നില്ല. നോ വൺ വാണ്ട്സ് ടു ഹിയർ അബൌട്ട് ഡെത്ത്. ആർക്കും മരണത്തെപ്പറ്റി കേൾക്കണ്ട. ഇറ്റ് സ്കെയർസ് ദെം. മരണം അവരെ പേടിപ്പിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു.